എന്റെ പൊന്നിയാഴ്ച ദുരന്തങ്ങളെ കൊണ്ട് തോറ്റേ. നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന അണ്ണന്മാരും അക്കന്മാർക്കെല്ലാം നാഷണൽ ലെവൽ അവാർഡ് കാണും. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് കണ്ടില്ല. അതുപോലൊക്കെ ചങ്കുറപ്പും എല്ലുറപ്പും ഒക്കെ വേണം. നമുക്കൊരു അതിമനോഹരമായ നമ്മുടെ ഭാരതത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗീതത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. വിളവോടെ യാറുമില്ല എന്ത് പാടാ ഇത്? വയ്യാതെ വന്ന കോഴി കിട്ടുന്ന തുള്ളുന്നുണ്ട്. കോഴിയുടെ വാലും പട്ടിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കോഴി ഇങ്ങനെ വാലും പിടിച്ച് ഇങ്ങനെ കൊടയും. പാട്ട് കൊള്ളാം, പക്ഷെ ഡാൻസ് അവനെ നീ കാണുന്നില്ല ഇതൊന്നും. അടുത്ത വേക്കോത്ത് ബൂസ്. എന്തോന്ന് ബുസ് സമ്മതിക്കണം, അവാർഡ് കൊടുക്കണം. ഇതൊന്നും അല്ല, ഇനി തമ്മിൽ തന്നെ നന്ദികളിയൊക്കെ ഉണ്ട് കേൾക്കാം. ഇത് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അടിപൊളി ഫുഡൊക്കെ വെച്ച് കൊതിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ബിഗ് ബോസ് അല്ലേ, എന്തിന് വാളിത്തരം കൂടി അത് കാണും. എനിക്ക് എക്സ്പെക്ട് ചെയ്യാലോ പറക്കും. ബിഗ് ബോസ് എങ്ങനെ സാധിക്കുന്നു ഗൈസ്? ആർക്കും പിന്നെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടുള്ള വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ ബിഗ് ബോസ് അത് ഫുഡൊന്നും കിട്ടുന്നില്ലേ? എനിക്ക് അറിയാത്തതിന്റെ ചോദ്യം. ഇത്രയ്ക്ക് കൊതിയുള്ള മനുഷ്യരുണ്ട്. ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിടണം, അവർക്ക് തിന്നാം. ആർക്കേ തിന്നാൻ കൊടുക്കുന്നുള്ള വേണം എണ്ണാ മതി എന്നവന് പറയുന്നു. നമ്മുടെ മുടിയനും അർജുനും പറയുന്നവനും ഇട്ടിട്ടുണ്ട്. അവന്മാർ രണ്ടുപേരും ഇവന്മാരൊന്നും ആഹാരം കണ്ടിട്ടില്ലൂടാ. ഏതോ തീറ്റി കിടക്കുന്നേ. സിനിമയിലൊക്കെ അഭിനയിക്കുന്നവന്മാര്, സീരിയലൊക്കെ അഭിനയിക്കുന്നവന്മാര് വീട്ടിൽ പട്ടിണി സത്യം. ഇവനെന്തോ പറയണം, അൽപ്പൻ. നമുക്ക് തൽക്കാലം അൽപ്പൻ എന്ന് പറയാം. ഒന്നെങ്കിൽ തിന്ന്, അല്ലെങ്കിൽ ഛർദിയില്. അയ്യോ, നിങ്ങളത് ആലോചിച്ച് ഇല്ല. ചായക്കകത്ത് ജാസ്മിൻ തുപ്പിയത് പോലെ ഇതിനകത്ത് ജാസ്മിൻ എന്ത് ചെയ്ത് കാണും? ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്ത് തരാം കേട്ടോ. നമുക്കിനി അടുത്ത സാധനമുണ്ട്. അടുത്ത നമ്മുടെ അക്ക ഉണർന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ കാണണം അക്ക. നമ്മുടെ മുടിയനാണ് ഓൺ ഫയർ. തീ ജ്വലിക്കട്ടെ. തീ ഇങ്ങനെ മറ്റേ എഫക്ട് ബും ഇങ്ങനെ. എന്തോന്നേ അവളൊന്നും പറഞ്ഞിട്ടില്ല. ഇതേതായി മുടി പറയച്ച സാധനം? ഇവളെന്താ പറയുന്നത്? ഇവള് കൊറേ നാളുകൊണ്ട് വിളിക്കാണ്. ഇവിടെ ഏത് ഇവിടേക്കുള്ള അഭിപ്രായം ചോദിച്ചത്? എന്റെ ലോകവധങ്ങൾക്കിടെ ഈ വധത്തിനും കൂടെ എന്ത് കാര്യം? ഒന്നാമത് വധങ്ങളാ ഇതിനകത്ത് കാണുന്നത്. പകുതി മുക്കാണ് വധങ്ങളാണ്. ഏതാ ഇക്കടെ പേരെന്ത് വരുന്നു? രശ്മിനി. അങ്ങനെ കണ്ട പെണ്ണുമ്പിളുടെ പേര് എന്ത് ഇവര് കാണിക്കണത്? ഇനി മാത്രം അണ്ണാക്കി ഇവിടെ കിട്ടുന്ന ഈ പെണ്ണുങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിനക്കറിയാം ഇങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങളെ? നമ്മുടെ നാട് കണ്ട് പഠിക്കണം. ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാകല്ലേ. ഇതിനൊക്കെ വായി മാത്രം അയക്കത്തില്ല, നാക്ക്. ഇനി അടുത്തതായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫെന്റാസ്റ്റിക് ഐറ്റം. നിങ്ങളിത് കാണണം. എന്നാലും ലോഡാവുക ഗൈസ്. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളും സാധനങ്ങളും അടക്കം ഒരു പെണ്ണിന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞു. കണ്ട, അവന്റെ അടിവസ്ത്രം അവിടെ ഇരിക്കുന്ന അവൻ അടിവസ്ത്രം എടുക്കാൻ പോകാൻ പോവാട്ടോ. ഇവിടെ നാണുണ്ടോ ഇതാറി? ഇനി എന്ത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒക്കെ ഞാൻ ആരാധകനൊന്നും അല്ല. പക്ഷെ എന്തിനും അക്ക നമുക്ക് കണ്ടന്റ് ആയിരുന്നു. അക്കയാണ് നമുക്ക് ഒരു ബഹുമാനമുണ്ട്. അക്കയുടെ അണ്ടർവെയർ എടുക്കാൻ പോയത് മോശമായി പോയെണ്ണ. അണ്ണം കാണിച്ചത് ഭയങ്കര മോശമായി. എന്റെ മോനെ തീ വരട്ടെ. അയ്യോ, ഇന്ന് അവൾ എന്തിന്റെയൊക്കെ നടക്കും. പടിവാളം വെച്ച് നെഞ്ചത്ത് കുത്തുവോ? അത് പിറ്റാത്തി ഇടുന്ന കഴുത്ത് ഇറക്കും. ഇനി വിവരമില്ലാത്ത നിങ്ങളാണ്, അതുകൊണ്ടൊന്നും പറയാനൊക്കത്തില്ല. എന്തായാലും അവൻ്റെ അടുത്ത് എല്ലാം ഒരു കൊടക്കീഴ് കയറ്റാൻ പറ്റിയത് കളാ. ഒത്തിരി വിവരമില്ല, ബുദ്ധിയില്ല, അത് കുഴപ്പമില്ല.
എന്താ ഓ അയ്യോ നിങ്ങൾ പേടിച്ചോ ഒക്കെ ഈ ഭ്രാന്തളകി എനിക്ക് ആണ് ഗൈസ് അയ്യോ എന്റെ പൊന്നോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം അറിയാം നിങ്ങൾക്ക് ഭ്രാന്താണ് നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്താണോ കാണിക്കുന്നതായിട്ട് ഭ്രാന്താ തോന്നുന്നത് ഇച്ചിരി വട്ടമുണ്ടോ അവനെ തോന്നുന്നു ഓ ഇത് മറ്റേ എല്ലാ സിനിമ എനിക്കറിയാം അയ്യോ 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 മോനെ എന്തൊക്കെ ബിഗ് ബോസ് നടക്കുന്ന യാതൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും കൊള്ളാം അക്കമാർ ഓൺ ഫയർ അണ്ണന്മാര് എനിക്കൊന്നും ഒന്നാണെന്ന് തോന്നി ഇപ്രാവശ്യം വന്നിരിക്കുന്ന അണ്ണന്മാർ എനിക്ക് അറിയത്തില്ല എന്താന്ന് പക്ഷേ മറ്റേതുപോലെ അണ്ണാക്കി അടിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല അണ്ണന്മാർക്ക് ഇപ്പം കേട്ടു അഖിൽമാരാണെന്നുണ്ടെങ്കിലും ഡോക്ടർ റോബിൻ ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ഗുമ്മുണ്ടായിരുന്നു സാബുണ്ണനാണെന്നുണ്ടെങ്കിലൊക്കെ പക്ഷെ ഇതൊരുമാതിരി പഴങ്ങഞ്ഞു വിട്ടിട്ട് അണ്ണന്മാരെ പോണ്ട് എന്നാന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് ചെയ്യും അപ്പം അണ്ണന്മാരും അക്കന്മാരും ഒക്കെ കൊടുക്കുന്ന മുട്ടനടിയാണ് വീട്ടിൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കാരണം സ്ക്രിപ്റ്റാണോ ഗൈസ് നിങ്ങൾ തന്നെ പറഞ്ഞേക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമുക്ക് സന്തോഷമായിരിക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം മറ്റേ കിട്ടുന്ന വീഡിയോ കാണാൻ ബൈ.